അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ടോ. കറണ്ട് ഇല്ല ഇവിടെ, ഡെയിലി ഇവിടെ കറണ്ട് പോക്കാം. എന്താണാവോ 2 മണിക്ക് നമ്മൾ സമയം മാറ്റിയപ്പോൾ തുടങ്ങിയ കറണ്ട് പോക്കാണ്. അത് കാരണം ഇപ്പോൾ 2 മണിക്ക് ഇടാൻ പറ്റണ തന്നെ ഇല്ല. വൈഫൈ ഇല്ലല്ലോ, നമുക്ക് അപ്ലോഡ് ആവില്ലല്ലോ, അതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല. ഇപ്പം ഇന്ന് രാവിലെ കുട്ടികളൊക്കെ മദർസ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കട്ടാ. പർദ്ദൊന്നും ഊരിയിട്ടിട്ടില്ല, അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ എന്താ പറയുക, വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അരി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് രാവിലെ അതെടുത്ത് അരയ്ക്കാൻ നോക്കിയപ്പോൾ മിക്സി ഒന്ന് കറങ്ങി, പിന്നെ ഓഫായി. പിന്നെ അതിൻ്റെ അടിയിലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ചുവപ്പ് കളറുള്ളത്, അതൊക്കെ ഞാൻ ഞെക്കി നോക്കിയിട്ട് പക്ഷെ ഞെങ്ങിയിട്ട് അവിടെ നിൽക്കണില്ല അത്. അപ്പോൾ ആകെ പണി കിട്ടിയിട്ടിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയില്ല, വേറെ ഒന്നും കടി ഉണ്ടാക്കാനില്ല, എന്താ ഉണ്ടാക്കുക ആലോചിച്ചിട്ടിരിക്കുകയാണ്. നമ്മളിതാ പകുതി അരച്ചിട്ട് ഇവിടെ വെച്ചേക്കട്ടോ, ബാക്കി അരി അരയ്ക്കാനാണ്. ഉണ്ടല്ലോ, എന്താ ചെയ്യാന്ന് അറിയില്ല. മിക്സി എങ്ങനെ നോക്കിയാലും ഓണാവണില്ല, ഓണായിട്ടപ്പോൾ ഇരിക്കണത്. എന്താ പറ്റിയാണാവോ, അടിയിലൊക്കെ കുറെ പിടിച്ച് ഞെക്കി വയ്ക്കുക, ഒന്നും ഞെങ്ങണില്ല. ഞെങ്ങുണ്ട്, പക്ഷെ അതങ്ങനെ ഞെങ്ങിയിട്ട് ഇരിക്കണമല്ലോ, അങ്ങനെ ഇരിക്കണില്ല. നേരാക്കണ കട ഇവിടെ അടുത്തുണ്ട്, പക്ഷേ നമ്മളിന്ന് ഞായറാഴ്ച കാരണം കട അടച്ചേക്കായിരിക്കും. അപ്പം ഞാനതൊക്കെ ഇട്ടിരുന്നു പറയുന്നത്, പക്ഷെ സൗണ്ട് ഇല്ല. ഇപ്പോൾ മിക്സി നാശമായിട്ട് ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് അരയ്ക്കാൻ നോക്കിയപ്പോൾ തന്നെ അറിയുന്നില്ല. അപ്പോൾ അരച്ച് വയ്ക്കുകയാണെങ്കിൽ ഇവർ തന്നെ മദ്രസയിൽ കൊണ്ടാക്കി വന്നിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അരയ്ക്കാനുണ്ട്, പക്ഷെ അറിഞ്ഞില്ല. അപ്പം തന്നെ എല്ലാ മൂടും പോയിട്ട്. അപ്പോൾ ആ കഥകളൊക്കെയാണ് ഇരുന്ന് പറയുന്നത്, പക്ഷേ വലിയ ഉഷാറില്ലാത്ത പറച്ചിലാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ശില്പമൊന്നും അത്ര നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഒന്നും കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അവൾ ഉറങ്ങായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചില്ല കേട്ടോ അപ്പൊന്നും. പിന്നെ ചട്നി അരയ്ക്കാൻ നമുക്കൊരു മാർഗ്ഗമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടെ എണീറ്റിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ചട്നിയൊക്കെ ഞാൻ അരച്ചു കിട്ടാം. പിന്നെ നമ്മുടെ ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മൾ അരച്ചു. ഗ്രൈൻഡറിലിട്ടിട്ട് അരച്ചപ്പോൾ നമുക്ക് എന്താ പറയുക, അതിലേക്ക് തേങ്ങ ഒന്നും ശരിക്കും അങ്ങോട്ട് അരഞ്ഞ് കിട്ടിയില്ല. പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, ഒത്തിരി തോന്നുന്നുണ്ടെങ്കിലല്ലേ അതിലേക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഗ്രൈൻഡറിലിട്ടപ്പോൾ ഉണ്ടായത് കേട്ടോ. ഗ്രൈൻഡറൊക്കെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ വീണ്ടും കറണ്ട് പോയി. ഇപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. എന്താ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം കറണ്ട് വന്നു. അപ്പം എന്തായാലും ഞാൻ പോയിട്ട് അരയ്ക്കട്ടെ. ഗ്രൈൻഡറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നേരമായിട്ട് കറണ്ട് പോയിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അരച്ചു നോക്കട്ടെ. ഇതിലിനി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇതാണെങ്കിൽ അന്ന് ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി കുഞ്ഞുണ്ടെങ്കിൽ അവന് ഓർമ്മ ഉണ്ടായിരുന്നു. ഇനി ഞാൻ അതിൻ്റെ പുസ്തകത്തിലൊക്കെ നോക്കിയിട്ടൊക്കെ വേണ്ടി വരും. അല്ലാണ്ട് എനിക്ക് ഓർമ്മയില്ല ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അരച്ചോക്കട്ടെ. സംഭവം എന്തായാലും കറക്കിയപ്പോൾ കറങ്ങി, പക്ഷെ അരി കുറവായതുകൊണ്ട് നമുക്ക് അരഞ്ഞ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടിട്ട്. എനിക്കിഷ്ടമല്ല ഗ്രൈൻഡർ. ഒന്നാമത്തെ കറണ്ടിൻ്റെ ഉപകരണങ്ങളിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഷോക്ക് അടിക്കുക എന്നുള്ള പേടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു വട്ടം വീട്ടിൽ ഷോക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു ഷോക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി കേട്ടോ. വീട്ടിൽ ഇങ്ങനെ നമ്മൾ ബാത്റൂമിലേക്കുള്ള സ്വിച്ച് ബോർഡിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ വയറ് കുത്തി കൊടുക്കൂലേ, അതിൻ്റെ പിന്നുണ്ടായിരുന്നില്ല. അപ്പോൾ 2 വയറ് 2 പൊത്തിലേക്ക് ഇങ്ങനെ കുത്തുകയാണ് ചെയ്യാറ്. പക്ഷേ ഒരെണ്ണം കുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ചെറുതായിരുന്നു, അത്ര ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല കേട്ടോ, ഇപ്പോഴും കുറച്ച് ബുദ്ധി കുറവാണ്. അപ്പോൾ ഒരു വയറ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു. മറ്റേ വയറ് എന്ത് ചെയ്തു, ഇങ്ങനെ പരന്നിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഞാനതൊന്ന് പിരിച്ചു കൊടുത്തു, ഒരു വയറ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് കിട്ടിയൊരു കിട്ടല്, അങ്ങോട്ട് ചീറി ഉറക്കനെ. അതിന് ശേഷം ഈ കറണ്ടിൻ്റെ മുകളിൽ കളിക്കേക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്തായാലും കറക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, ശരിയായിട്ടുണ്ടായിരുന്നു. എന്നാലും അരവ് ഇത്തിരി കുറവായിരുന്നു കേട്ടോ. ശരിക്കും അങ്ങോട്ട് അറിഞ്ഞില്ല. നമ്മുടെ മിക്സിയൊക്കെ നാശമായി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ നാളികേരം പിന്നെ ശില്പയുടെ അടുത്ത് പോയിട്ട് അരച്ചു കേട്ടോ. ചട്നിക്കുള്ളത് അവിടെ പോയി അരച്ചു. ഇത് പിന്നെ മാവ് പിന്നെ അങ്ങനെ അരഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ചട്നിയൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി. ഗ്രൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാത്രവും കല്ലും ഒക്കെ പൊക്കി പിടിച്ച് കഴുകാനൊക്കെ ഭയങ്കര ഇടങ്ങറാണ്. നമുക്ക് ഇത്തിരി തോനൊക്കെ 2-3-4 ദിവസത്തേക്കൊക്കെ അരച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇത്തിരീശല്ലേ നമ്മൾ അരയ്ക്കണുള്ളൂ, 2-3 കുട്ടികളും ഞാനും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ശരിക്കും പറയണത് ഇതിൻ്റെ ആവശ്യമില്ല. ഇനി കുട്ടികളൊക്കെ വലുതായി നമുക്ക് ഇനി എടുത്ത് വയ്ക്കണം, തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്ത് വയ്ക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഞാനിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടുക് ഒരു 2-3-4 കടുകുകളോട്ടോ. കടുകൊക്കെ കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും കഴിഞ്ഞേക്ക് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേണം.
അപ്പോൾ ചട്നി അരച്ച് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇവരെ വിളിക്കാൻ പോയിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിന് 7:45 ഇവർ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ കഴിഞ്ഞ പരീക്ഷ എല്ലാവരുടെയും അവസാനിച്ചു. ഇനി 6-ാം തീയതി ഇവരുടെ മദ്രസ പൂട്ടലാണ്. ഇനി അപ്പോഴാണ് പോകണ്ട കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഈ വർഷത്തെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇനി മദ്രസൊക്കെ തുറക്കുള്ളൂ കേട്ടോ. അപ്പോൾ പരീക്ഷയായ കാരണം പരീക്ഷ കഴിഞ്ഞവരെ വിടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവരുടെ പരീക്ഷയൊക്കെ വേഗം കഴിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി. വീട്ടിൽ അങ്ങനെ ഇവരെ വിളിച്ച് വരുമ്പോൾ ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടാണ്. വീട്ടിൽ കയറിയിട്ട് ഒന്ന് മുരിങ്ങയുടെ ഇല പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഉമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ ഉമ്മയ്ക്ക് മുരിങ്ങയുടെ ഇല പൊട്ടിച്ചേരുകയാണ് കേട്ടോ. കൊമ്പ് ഇനിയൊക്കെ വെട്ടാൻ പോവുകയാണ്. കൊമ്പിൻ്റെ മുകളിൽ ഇനി പൊടിക്കട്ടെ, നല്ല ഇല പൊടിക്കട്ടെ പറഞ്ഞിട്ട് ഉമ്മ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടി. അപ്പോൾ ഞാൻ അതിൻ്റെ തളിർത്ത ഇലയൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നൊരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ച് വീട്ടിലെത്തി. മുരിങ്ങയുടെ ഇലയൊക്കെ പൊട്ടിച്ച് ഞങ്ങളുടെ വീട്ടിലെത്തിട്ടാ. ഇത് എന്താ പറയാ, അടിയിൽ കുപ്പായിട്ടില്ല, കുപ്പായിടാത്ത ടൗസർ ഇട്ടിട്ടാ. കുപ്പായിടാത്ത അതിൻ്റെ ഒക്കത്ത് കയറിയിട്ട് ഷാളുകൊണ്ട് പൊതിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ വെള്ളപ്പം ഉണ്ടാക്കട്ടോ. വെള്ളപ്പത്തിന് ശരിക്കും അരഞ്ഞില്ല. നമ്മുടെ ഗ്രൈൻഡറിൽ കുറച്ചല്ലേ ഉള്ളൂ, കാരണം ശരിക്കും പോലെ അങ്ങോട്ട് അരയുന്നില്ല. നാളികേരൊന്നും അറിയാണ്ട് കിടക്കണ്ട, അരി കരഞ്ഞിക്കണു. അപ്പൊ ചട്നി അപ്പൊ എന്തായാലും ഉണ്ടാക്കി കൊടുക്കട്ടെ. ഒരെണ്ണം എടുത്ത വെച്ചിട്ടാ പ്ലേറ്റിലുണ്ട്. അതിലിതാ ചട്നി ഒഴിച്ചോ. വിഷമോൾക്ക് വിശന്നിട്ട് വിഷമോൾ ഒക്കത്ത് കയറിയേക്കുക. പല്ലില്ലാത്ത അമ്മൂമ്മ. എന്തായാലും ഞങ്ങള് വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അടുത്ത ആള് വന്നിട്ട് തുണി കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ബനി ഇടുന്നുള്ളൂന്ന് മാത്രം. അപ്പോൾ ആ കുട്ടികൾക്ക് ഞാൻ വന്നതിന് ശേഷം വെള്ളപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ ഇഷമോൾ ഇത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആച്ചൂട്ടനും കുഞ്ഞൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എന്താ പറയുക, ഉരുളൻകിഴങ്ങ് കറി വെക്കാച്ചിട്ട് ഉരുളൻകിഴങ്ങ് ഇരുന്ന് അരിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. 2 ദിവസം വീഡിയോ ഇടാൻ നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇതിപ്പോൾ എവിടെ നിന്ന് വന്ന് ബൈ ബൈ, അസ്സലാമു അലൈക്കും പറഞ്ഞോ. ബൈ ബൈ, അസ്സലാമു അലൈക്കും.